ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 5:30 6 മണിയൊക്കെ ആകുമ്പോൾ കിച്ചണിലേക്ക് കയറി ഫസ്റ്റിന് ചായക്കുള്ള വെള്ളം വെച്ച് വിറകടുപ്പിൽ തീ പിടിപ്പിക്കും. വിറകടുപ്പ് തീ പിടിപ്പിച്ചിട്ട് ചോറ് വെക്കണ കലത്തിൽ ഒരു കലം വെള്ളം വെക്കും. നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ മക്കൾക്ക് മദ്രസയിൽ പോകുമ്പോൾ കുളിക്കാനൊക്കെ മടിയായിരിക്കും. അപ്പോൾ ചൂടുവെള്ളം കൊടുക്കും. നമ്മൾ ഗ്യാസുമ്മൽ എന്തെങ്കിലും കറി വെക്കുകയാണെങ്കിൽ ഇതിന് ചൂടുവെള്ളം എടുത്തിട്ടാണ് കുക്കറിലൊക്കെ ഒഴിക്കലും. ഗ്യാസുമ്മൽ എന്തെങ്കിലും വെക്കുമ്പോഴൊക്കെ ഇതിൽ നിന്ന് വെള്ളം എടുക്കും. രാവിലത്തെ കടിക്കുന്ന നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് പൊടിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ചൂടുവെള്ളം ബബിൾസ് വരുന്ന ടൈമിൽ വെള്ളമെടുത്ത് പൊടി കുഴച്ചെടുക്കുക. പൊടി കുഴച്ചെടുക്കുക. ഇനി അടുപ്പത്ത് നൂൽപുട്ട് വേവിക്കാൽ ചെരുപ്പം വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, തിളപ്പിക്കാൻ വെക്കും. വിറകടുപ്പിൽ തന്നെയാണ് ചായക്കടിയൊക്കെ കൂടുതലും ഉണ്ടാക്കൽ. പുട്ടൊക്കെ ആണെങ്കിൽ മാത്രമേ ഗ്യാസിലൊക്കെ വെക്കലുള്ളൂ. നൂൽപുട്ടൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെക്കാം. ഈ ടൈമിൽ മക്കളെയൊക്കെ റെഡിയാക്കുന്നുണ്ട്. 7:30 ആകുമ്പോൾ മദ്രസയിലെത്തണം. 7:30 ആകുമ്പോഴത്തേനും അതിൻ്റെ ചായയും കടിയൊക്കെ ആവും. എന്നിട്ട് മെഷീനിലിടാനുള്ള തുണികൾ, അലക്കാനുള്ള തുണികളൊക്കെ സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് കുതിർക്കാൻ വെക്കും. നൂൽപുട്ടൊക്കെയുള്ള കറി ഉണ്ടാക്കാൻ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അത് ഐസ് ഇടാൻ വേണ്ടി നേരത്തെ തന്നെ എടുത്ത് വെച്ച് നോക്കി. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, വലിയ ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെല്ലാം കൂടി ഇട്ടു. ചെറിയ കിഴങ്ങോട്ട് കൊടുത്ത് വേവിക്കാൻ വെച്ചു. നൂൽപുട്ടിൻ്റെ ഇടയിൽ കൂടെ ഇനി അട ഇടുകയാണ്. എൻ്റെ വലിയ മോന് നൂൽപുട്ട് ഇഷ്ടമല്ല, അപ്പോൾ അടയാണ് ഇഷ്ടം. അപ്പോൾ അട ഉണ്ടാക്കി കൊടുക്കും. ചായയുടെയൊക്കെ കഴിഞ്ഞ് ബീഫ് കിട്ടി. ബീഫൊക്കെ കട്ട് ചെയ്ത് അത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു. ഇനി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയിടാം. അരിയൊക്കെ കഴുകി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. തയ്ക്കാനൊക്കെ ദിവസമാണ് പെട്ടെന്ന് ജോലി തീർത്ത് വീട്ടു ജോലിയൊക്കെ തീർത്തിട്ട് മെഷീൻ മേലിരിക്കലാണ്.
ബീഫ് വെക്കാൻ ഉള്ളിയൊക്കെ ചതച്ചെടുത്തു. ബീഫ് വരട്ടിയെടുക്കുകയാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകപ്പൊടി, അല്പം ഉലുവ, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കുകയാണ്. ഞാൻ ഇത് കറി ഉണ്ടാക്കുന്നത് മോര് കറിയാണ് കേട്ടോ. കുമ്പളങ്ങ, ഒരു പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി ഇതിൽ ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലൊക്കെ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അടുപ്പത്ത് തീ പിടിപ്പിച്ചാൽ പിന്നെ ചൂടുവെള്ളം എപ്പോഴും ഉണ്ടാവും. ഗ്യാസിന് ലാഭമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഈ കറിയൊക്കെയുള്ള തേങ്ങ, ചെറിയ ഉള്ളി, നല്ല ജീരകം, പിന്നെ ഞാൻ ഇവിടെ മോര് കാച്ചുമ്പം പൊടി കലക്കി വയ്ക്കും. ഇത് അപ്പമൊക്കെ ചുടുമ്പം ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലിരിക്കും. അത് തേങ്ങയുടെ കൂടെ തന്നെ അരച്ചൊഴിക്കലാണ്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഒഴിച്ചതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് മിക്സിയിലിട്ടൊന്ന് വെറുതെ ഒന്ന് അടിച്ചെടുക്കുക, കട്ടയൊക്കെ തോന്നി കിട്ടാൻ വേണ്ടിയിട്ട്. അല്പം പുളിയും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ബീഫൊക്കെ ആകുമ്പോൾ ഉപ്പേരിയൊന്നും ഉണ്ടാക്കലില്ല. ഒരു പപ്പടം പൊരിക്കുക മാത്രമേ ചെയ്യലുള്ളൂ. ബീഫ് ഉണ്ടാകും ഉപ്പേരിയൊന്നും ആരും കൂട്ടില്ല. അത് പിന്നെ ബാക്കി ഫ്രിഡ്ജിലൊക്കെ അങ്ങനെ വെക്കണം. അപ്പം ഉണ്ടാക്കലില്ല. മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ചെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും അല്പം മുളക് പൊടി എണ്ണയിലിട്ടൊന്ന് വേവിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അലക്കലും അടിച്ചു വാരി തുടക്കലൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. ഇറച്ചി തൂമിച്ചെടുക്കാം. വലിയുള്ളി അരിഞ്ഞ് നല്ല ഫ്രൈ ആക്കിയെടുത്ത് വലിയുള്ളി നന്നായി ഫ്രൈ ആയി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊന്ന് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ കുക്കിംഗ് ജോലികളൊക്കെ കഴിഞ്ഞ് എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. മാക്സി തയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു.